നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ശ്രീലങ്കയെ ഗംഭീരമായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണല്ലോ ആദ്യ ടെസ്റ്റിൽ. ഇനിയുള്ള ചോദ്യം വീണ്ടും ഉയരുന്നത്, WTC ഫൈനൽ നമുക്കത് സാധ്യമാണോ? അതിനി എന്തൊക്കെ വേണം? സാധ്യമാണ്, പോസിബിളാണ്. പക്ഷെ അതിന് ചില കാര്യങ്ങൾ സംഭവിക്കണം. നമ്മൾ ആദ്യം ഇപ്പോഴത്തെ WTC സ്റ്റാൻഡിംഗ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ തന്നെയാണ് ഒന്നാമത്, 77.78 PCTയുമായിട്ട് അവർ ഒന്നാമത് നിൽക്കുന്നു. സൗത്ത് ആഫ്രിക്ക രണ്ടാമത് 75 PCT, ന്യൂസിലാൻഡ് മൂന്നാമത് 72.22 PCT, നാലാമത് ബംഗ്ലാദേശ് 66.67 PCT, അഞ്ചാമത് ഇന്ത്യ 53.33 PCT, ആറാമത് ശ്രീലങ്ക 33.33 PCT, 7 ഇംഗ്ലണ്ട് 24.36 PCT, 8 പാകിസ്ഥാൻ 22.22 PCT, 9 വെസ്റ്റ് ഇൻഡീസ് 20.83 PCT. നിങ്ങൾക്കറിയാവുന്ന പോലെ ആദ്യ 2 സ്ഥാനത്തെത്തിയെങ്കിൽ മാത്രമേ WTCയുടെ ഫൈനൽ കളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ഇനിയുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങൾ 8 എണ്ണമാണ് ബാക്കിയുള്ളത്. അതിൽ അറ്റ്ലീസ്റ്റ് 5 മത്സരങ്ങളെങ്കിലും ടീം ഇന്ത്യ വിജയിക്കണം. പിന്നെ 1-2 സമനിലകളൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിൽ ഇത് പോസിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള 8 ഗെയിംസ് അതിൽ 5 എണ്ണം വിജയിക്കുക, ബാക്കി 2 എണ്ണം സമനില, വേണ്ട 6 എണ്ണം വിജയിച്ചു എന്ന് വെച്ചോ, നമുക്ക് 62.96% PCTയിലേക്ക് എത്താൻ പറ്റും. ഒരു 60-ന് മുകളിലുള്ള PCT ഒരു ഗ്യാരൻറ്റീഡ് നമ്പറൊന്നുമില്ല, എന്നാൽ പോലും എത്തിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്വാളിഫിക്കേഷൻ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയുള്ള 8 മത്സരങ്ങൾ ആരോടൊക്കെയാണ്? ഒന്ന് ശ്രീലങ്കയ്ക്കെതിരെ 1 ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ 2 ടെസ്റ്റ് ന്യൂസിലാൻഡിനെതിരെ ബാക്കിയുണ്ട്. 5 ടെസ്റ്റ് ഓസ്ട്രേലിയക്കെതിരെയുണ്ട്. അത് ഇന്ത്യയിലാണെന്ന കാര്യം ശ്രദ്ധിക്കുക. അതേസമയം നമുക്ക് മുന്നിൽ ഉള്ള സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള ടീമുകൾ, ഇംഗ്ലണ്ട് കുറേ താഴെയാണ്. എന്നാലും ഈ സെന കൺട്രികൾ അവർ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന കുറച്ച് പരമ്പരകൾ വരാനിരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 3 ടെസ്റ്റ് കളിക്കുന്നു. ഓസ്ട്രേലിയ ന്യൂസിലാൻഡിനെതിരെ 4 ടെസ്റ്റ് കളിക്കുന്നു. ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും കൂടി 3 ടെസ്റ്റ് പരമ്പര കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഈ പരമ്പരകളിൽ മാക്സിമം കൂടുതൽ ഡ്രോസോ അല്ലെങ്കിൽ വാഷ് ഔട്ടൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കൂടുതൽ ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ടീമിന്, ഇപ്പോൾ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക 3 ടെസ്റ്റ്, അതിലിപ്പോൾ ഓസ്ട്രേലിയ ആണ് ജയിക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ PCT താഴേക്ക് പോകും. ഇന്ത്യക്ക് ഇന്ത്യയുടെ മത്സരങ്ങൾ വിജയിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ അവിടെ മുന്നോട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തമ്മിൽ കളിയുണ്ട്. അപ്പോൾ ഇവർ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് ഗുണകരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മത്സരങ്ങൾ വിജയിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മത്സരങ്ങൾ വിജയിക്കുക. 8 മത്സരങ്ങളുടെ അതിൽ 5 എണ്ണെങ്കിലും മിനിമം ജയിക്കണം. അല്ലെങ്കിൽ 6 എണ്ണം വിജയിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും, കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കും. പക്ഷേ ഒരു സീരീസ് ഉള്ളത് ഓസ്ട്രേലിയക്കെതിരെയാണ് എന്ന കാര്യം ഓർക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലാണ്, നമുക്ക് ഒരു പക്ഷേ അവരിവിടെ വീഴ്ത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയയുടെ PCTക്ക് ഒരുപാട് താഴേക്ക് പോകും. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം വെച്ച് ഓരോ ടീമും ഫൈനലിലെത്താനുള്ളൊരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതൊരു കാൽക്കുലേഷൻ വെച്ച് അവതരിപ്പിക്കുന്നത് മാത്രമാണ്. ബാക്കി പോസിബിലിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഈ ഒരു പോയിൻ്റ് പട്ടികയൊക്കെ നോക്കി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കേണ്ടതാണ്. പക്ഷേ ഇനി കാലിടറരുത്, അതിന് കഴിവെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.